നമ്മുടെ റെയിലിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. നമ്മള് ഫുൾ വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസാദം കണ്ടിട്ട് അവിടെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുസമ്മിൽ അതാ വീഡിയോ എടുക്കുന്നത്. നാളെ ഇപ്പോ ലീവാക്കാന്ന് വിചാരിച്ചിട്ടാണ്. നാളെ വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് പള്ളിക്കും പോകണം. അപ്പൊ നാളെ ലീവാക്കാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇന്നിപ്പോ നൈറ്റ് കൂടുതൽ ടൈം, ഇന്നിപ്പോ എങ്ങനെ പോകുമ്പോഴും രാത്രി ഒരു 10-11 മണി എന്തായാലും ആവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷീറ്റ് അടിക്കാനുള്ളതിന്റെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നാളെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാലേ, നമ്മൾ വരുന്നില്ല, പെയിന്റർമാരുണ്ട്, അവര് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാല് മറ്റന്നാൾ വന്നിട്ട് നമുക്ക് ഷീറ്റ് അടിച്ചു കൊടുക്കാം. മറ്റന്നാ വൈകുന്നേരത്ത് നമ്മുടെ ക്ലൈന്റ് തിരിച്ചു പോകും, ഗൾഫിക്ക് പോകും. അപ്പോഴതിന്റെ ഒരു ഇത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ നൈറ്റ് നിൽക്കുന്നതാ. അപ്പൊ ഇത് മൊത്തം വെൽഡ് ചെയ്യാനുണ്ട്, ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു തലക്കുന്ന അടി തുടങ്ങിയിട്ടല്ലോ. ഇപ്പൊ ഇത് മൊത്തം ഇത്രയും തല മൊത്തം ഉണ്ടാക്കാണ്ട്, ഇതൊക്കെ ഡോറിക്ക് ഉള്ളതേ മൊത്തം വെൽഡ് ചെയ്യാനുണ്ട്. ഇതിന്റെ ഡോറിലേക്കുള്ളതേ സാധനം തകഞ്ഞിട്ടില്ല. ഒരു 1.5 ലെങ്ത് പൈപ്പ് കൂടെ വേണം. അത് നമ്മളവിടെ ആ ഷീറ്റ് അടിക്കാൻ വരുന്നുണ്ടല്ലോ, ഷീറ്റ് അടിക്കാൻ വരുമ്പോ അതും ഫില്ലാക്കി കൊടുക്കണം. നമ്മൾ അധികം നിൽക്കുന്നതേ വേറൊന്നല്ല കേട്ടോ, നമ്മുടെ ക്ലൈന്റ് ബാവുക നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ ഗൾഫ് പോകും. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് തീർത്തു കൊടുക്കണം. നമ്മുടെ ഈ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 10 ദിവസത്തെ ലീവിനാണ് വരിക, അപ്പൊ എന്റെ വർക്കുകൾ കംപ്ലീറ്റ് തീർത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഈ ബിൽഡിങ്ങിന്റെ നമ്പറിന്റെ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് നമുക്കൊരു 4 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആകെ ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം അല്ല, മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ടോപ്പിൽ ഷീറ്റ് വർക്ക്, അവിടെ ഷീറ്റ് വർക്ക്, റെയിലിംഗ് ഒക്കെ പാടായിട്ട്. അപ്പൊ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ആ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഒരു വാക്ക് പറഞ്ഞല്ലേ, നമ്മൾ ആ കംപ്ലീറ്റ് വർക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞ് ചെയ്തു തരുന്നുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ നൈറ്റ് നിന്നിട്ട് ഇന്നിപ്പോ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ എന്തായാലും വർക്കിന് പോകാൻ പറ്റൂല. നാളെ വെള്ളിയാഴ്ചയാണ്, അപ്പൊ പള്ളിക്കും പോകണം. അപ്പൊ അതിന് മുന്നേ ഇവിടുത്തെ കംപ്ലീറ്റ് തീർത്ത് കൊടുത്ത് പോയി കഴിഞ്ഞാലേ ആൾക്കുള്ള ബുദ്ധിമുട്ടാണ്ട് ഒഴിവാകും. അത് കാരണം കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടാ, വിളിച്ചാലൊന്ന് ഫോൺ എടുത്തൂടെ, ഒന്ന് റീപ്ലൈ തന്നൂടെ എന്ന് പറഞ്ഞിട്ട്. നമ്മള് പണി എടുത്തിട്ട് നമ്മളിങ്ങനെ നടക്കല്ല, നമ്മളും അതേപോലെ പണി എടുക്കല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് ഫോൺ ചിലപ്പോഴും പല ഭാഗത്തായിരിക്കും, നമ്മൾ ഡ്രസ്സിന്റെ മുകളിലായിരിക്കും, ഫോൺ എടുക്കാൻ പറ്റൂല, റീപ്ലൈ കൊടുക്കാൻ പറ്റൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയോ, നീ അപ്പൊ ഫോൺ എടുത്തില്ല, വീട്ടിൽ പോയിട്ട് ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് റീപ്ലൈ തരണം എന്നുള്ളത്. നമ്മൾ ഇതേപോലെ ഓരോ വർക്കുകൾ ചിലപ്പോൾ കൂടുതൽ ടൈം നിൽക്കുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ 11-12 മണിയാവും ചിലപ്പോൾ, ചില ടൈമിൽ വീട്ടിലെത്തുമ്പോൾ. അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഫോൺ നോക്കുമ്പോൾ ഇവർ അയച്ചത് ചിലപ്പോൾ രാവിലെ 10 മണിക്കൊക്കെ ആയിരിക്കും. ആ മെസ്സേജ് ഏറ്റവും അടിയിലേക്ക് പോയിട്ടുണ്ടാവും, ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 മെസ്സേജ് റീപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരിക, അല്ലെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും, അപ്പൊ കടന്നുറങ്ങും, അപ്പൊ റീപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഫോൺ എടുക്കാത്തതും റീപ്ലൈ കൊടുക്കാത്തതും, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ കാരണം കൊണ്ടാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാത്തതും വിളിച്ചാൽ കിട്ടാത്തതും. എന്നാലും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ മാക്സിമം ഞാൻ മറുപടി കൊടുക്കാനും, വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കുക അവലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ.